CMB MK കണ്ണൻ വിഭാഗം CPM-ൽ ലയിച്ചുവെങ്കിലും നിയമക്കുരുക്കുകൾ ബാക്കി നിൽക്കുകയാണ്. കോടതി വിലക്ക് നിലനിൽക്കെ ലയനം പൂർത്തിയാക്കിയതിനാൽ നേതാക്കൾ കോടതിയലക്ഷ്യം നേരിടേണ്ടി വരും. എന്നാൽ ലയനം പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. CPM-നെ വെല്ലുവിളിച്ച് രൂപീകരിച്ച CMB 33 വർഷങ്ങൾക്ക് ശേഷമാണ് അതേ CPM-ൽ ലയിച്ചത്. എന്നാൽ ലയന സമ്മേളനം അടുത്തു നിൽക്കെ പാർട്ടി സ്ഥാപക നേതാവ് MV രാഘവന്റെ മകൻ ലയനത്തിനെതിരെ കോടതിയെ സമീപിച്ചു. MV രാജേഷിന്റെ ഹർജിയിൽ എറണാകുളം മുനിസിഫ് കോടതി ലയനത്തിന് വിലക്കും ഏർപ്പെടുത്തി. പക്ഷേ ഈ വിലക്ക് കാര്യമാക്കാതെ ഇന്നലെ കൊല്ലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ CMB MK കണ്ണൻ വിഭാഗം CPM-ൽ ലയിക്കുകയായിരുന്നു. ലയന സമ്മേളനം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ നേതാക്കൾക്കെതിരെ കോടതി ലക്ഷ്യത്തിൽ നീങ്ങുകയാണ് MV രാജേഷ്. എന്നാൽ ലയനം പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. കാരണം ജനാധിപത്യപരമായി ഏത് രാഷ്ട്രീയ പാർട്ടി ചേരാനും ചേരാതിരിക്കാനും ഒക്കെയുള്ള അവകാശം ഓരോ പൗരനിലും നിക്ഷിപ്തമാണ്. അവർ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ള മൗലിക അവകാശത്തിൽപ്പെടുന്നതാണ്, ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അത് നിഷേധിക്കാൻ ഒരു കോടതിക്ക് അധികാരമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. 9ാം പാർട്ടി കോൺഗ്രസ് സ്വീകരിച്ച ലയന തീരുമാനത്തിന്റെ രേഖ കൈവശമുണ്ടെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ലയനത്തിനെതിരെ വിലക്ക് സമ്പാദിച്ചത്. MV രാജേഷിന്റെ ഹർജിക്കെതിരെ CMB നേതാക്കൾ കോടതിയെ സമീപിച്ചിരുന്നു. ഇത് പരിഗണിക്കുന്നതിന് മുമ്പാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഈ ഹർജികൾ പരിഗണിച്ച് അനുകൂല വിധിയുണ്ടാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ബിനിൽ സാബു, മീഡിയ 1, കൊല്ലം.